TP വധക്കേസിലെ പ്രതികൾക്ക് CPM ഉന്നത നേതാക്കളുമായി ബന്ധമുണ്ടെന്നതിനുള്ള തെളിവുകളാണ് കേസ് CBI അന്വേഷണത്തിന് വിടാനുള്ള ഒരു കാരണമായി ADGP ശങ്കർ റെഡ്ഡിയുടെ റിപ്പോർട്ടിൽ പറയുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതികളുടെ അറസ്റ്റിൽ ചില ഉന്നത CPM നേതാക്കൾ പ്രകടിപ്പിക്കുന്ന അസഹിഷ്ണുതയും എതിർപ്പും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളും ഫോൺ സംഭാഷണങ്ങളും കൊലപാതകത്തിന്റെ പിന്നിൽ ഉന്നത ഗൂഢാലോചന ഉണ്ടെന്നതിനുള്ള സൂചനയാണ് നൽകുന്നത്. പ്രതികൾ TP വധത്തിന് മുമ്പും ശേഷവും CPM നേതാക്കൾക്ക് ഫേസ്ബുക്ക് വഴി SMS അയച്ചതിന് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. മേൽപ്പറഞ്ഞ വ്യക്തികൾ TP ചന്ദ്രശേഖരൻ വധത്തിന് തൊട്ടു മുമ്പ് മെയ് 2012 വരെ മൊബൈൽ ഫോൺ വഴി ഫേസ്ബുക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് എന്നതാണ്. കൊലപാതക സംഘത്തിൽപ്പെട്ട ഷാഫി ജയിലിൽ നിന്നും ഫെബ്രുവരി 2013 നിരന്തരമായി മെസ്സേജുകൾ പ്രസ്തുത നമ്പറിലേക്ക് അയച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഫയാസ് TP കേസിലെ പ്രതികളെ ജയിലിൽ വന്ന് കണ്ടിട്ടുണ്ട്. ഫയാസുമായി ഈ പ്രതികൾക്കുള്ള ബന്ധവും അന്വേഷണത്തിന് വിധേയമാക്കണം. കേസിന് പിന്നിലെ സാമ്പത്തിക ഉറവിടത്തെക്കുറിച്ച് ഇതുവരെ അന്വേഷണം നടക്കാത്തതും കേസ് CBIക്ക് വിടാൻ കാരണമാണ്. പ്രതികൾക്ക് അന്യസംസ്ഥാന ബന്ധമുള്ളതും മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കാൻ കാരണമായതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കേസിലെ പ്രതികൾക്ക് ഫയാസുമായുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ കത്തിലെ പരാമർശവും ഉത്തരമേഖല DGPയുടെ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കേസ് CBI അന്വേഷണത്തിന് വിടാൻ മന്ത്രിസഭ നേരത്തെ തത്വത്തിൽ തീരുമാനമെടുത്തിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.